ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈത്തക്കാലം 4-ാം ഞായറാഴ്ചയിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുക. ഇന്നത്തെ ധ്യാന ചിന്ത ഒരു ചോദ്യോത്തരത്തിലൂടെ ആകാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് സ്നേഹിതരാണോ ശത്രുക്കളാണോ കൂടുതൽ? അല്ലെങ്കിൽ മിത്രങ്ങളാണോ ശത്രുക്കളാണോ നിങ്ങൾക്ക് കൂടുതൽ? ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ നാം വിചാരിക്കുന്നുണ്ടാകാം നമുക്ക് കൂടുതൽ സ്നേഹിതരാണ് എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിനോട് സദുക്കായരും നിയമജ്ഞരും ഫരിസേയരും വന്ന് ചോദിക്കുകയാണ്. ശത്രു എന്ന കണക്കെ തന്നെയാണ് വന്ന് ചോദിക്കുക, എന്തുകൊണ്ട് നീയും നിന്റെ ശിഷ്യന്മാരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക എന്ന്. അത് യേശുവിന്റെ സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിതരായതുകൊണ്ടല്ല, മറിച്ച് യേശുവിനെ എങ്ങനെയെങ്കിലും വധിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരണത്തിലുള്ള ചോദ്യങ്ങളിലൂടെ കുടുക്കുവാൻ വേണ്ടിയാണ് സദുക്കായർ നിയമജ്ഞർ ചോദ്യങ്ങൾ ചോദിക്കുക. തീർച്ചയായും യേശു അവരുടെ മനോഭാവം മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അധരം കൊണ്ട് സ്തുതിക്കുകയും എന്നാൽ നിങ്ങളുടെ ഹൃദയം അകലെയുമാണ് എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ ഒത്തിരിയേറെ എഴുതപ്പെട്ട നിയമങ്ങളും അതിലേറെ എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങളുമുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്കറിയാം, അതിൽ തന്നെ പൂർണ്ണതയില്ല. അതുകൊണ്ടാണ് യേശു പറയുക, നിങ്ങൾ എന്നെ അധരങ്ങൾ കൊണ്ട് സ്തുതിക്കുകയും നിങ്ങളുടെ ഹൃദയം അകലെയുമാണ് എന്നുള്ളത്. പ്രിയമുള്ളവരെ, സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ഹൃദയ ശുദ്ധിയുള്ളവർക്കാണ് ദൈവരാജ്യം. ഒരുപക്ഷെ ഞാനും നിങ്ങളും അധരങ്ങൾ കൊണ്ട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ്, ഒത്തിരിയേറെ ദൈവത്തിന് മുമ്പിൽ യാചിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ഹൃദയം, നമ്മുടെ പ്രവർത്തനങ്ങൾ അതനുസരിച്ച് അല്ലായിരിക്കാം. അതുകൊണ്ട് ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം, നമ്മൾ വെറും അധര വ്യായാമ സേവകരാകാതെ ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ടും ചിന്തിക്കുവാനായിട്ടും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമാണ്. നമുക്കറിയാലോ, നിയമങ്ങളും പാരമ്പര്യങ്ങളും എന്തിലേക്കാണ് നയിക്കേണ്ടത്? അത് മറ്റൊന്നിലേക്കുമല്ല, മറിച്ച് മനുഷ്യന്റെ ആധ്യാത്മികവും ഭൗതികവുമായ നന്മയ്ക്ക് വേണ്ടി ആകണം ഓരോ നിയമവും പാരമ്പര്യങ്ങളും. നമ്മുടെ സമൂഹങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ സഭയിലുമൊക്കെ ഒത്തിരിയേറെ അർത്ഥമില്ലാത്ത അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം മനുഷ്യ നന്മയ്ക്ക് ഉപകരിക്കുന്ന പാരമ്പര്യങ്ങളാണോ ആചാരങ്ങളാണോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. കുമാരനാശാന്റെ നളിനി എന്ന കവിതയിൽ നാം ഇപ്രകാരമാണ് വായിച്ച് കേൾക്കുക, പരനുപകാരമില്ലെങ്കിൽ നരജന്മത്തിൽ മാറ്റ് അറ്റുപോകും എന്നുള്ളത്. നമുക്ക് ജീവിക്കുന്നത് അപരന് വേണ്ടിയാണ്, അപരന് നന്മ ചെയ്യുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഈ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഒരിക്കൽ ഒരു ഗുരുവിനോട് ഒരു സാധു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ഗുരു ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, താങ്കൾ ഇത്രമാത്രം ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്താണ് ലഭിക്കുക? ഈ സാധു മനുഷ്യൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ഗുരു, ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന എന്താണെന്ന് എനിക്കറിയത്തില്ല, പ്രാർത്ഥന ഏത് തരത്തിൽ പ്രാർത്ഥിക്കണമെന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യം. പക്ഷേ എൻ്റെ ഉള്ളിൽ കുറേയൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഗുരു ആവേശത്തോടെ ആഗ്രഹത്തോടെ ചോദിച്ചു, എന്താണ് താങ്കൾക്ക് നഷ്ടപ്പെടുന്നത്? ഇദ്ദേഹം വീണ്ടും ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഉള്ളിലുള്ള കോപം നഷ്ടപ്പെടുന്നു, എൻ്റെ ഉള്ളിലുള്ള ദേഷ്യം നഷ്ടപ്പെടുന്നു, എൻ്റെ ഉള്ളിലുള്ള ക്രോധം നഷ്ടപ്പെടുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനകളും ഈ പാരമ്പര്യങ്ങളും ഈ അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ നന്മയെ പുറത്തെടുക്കുവാനും നന്മ മറ്റുള്ളവർക്ക് വിതറുവാനും വേണ്ടിയുള്ളതാണെന്നുള്ള സത്യമാണ് ഇന്ന് സുവിശേഷം നമുക്ക് ഏവർക്കും നൽകുക. പ്രിയമുള്ളവരെ, നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ആപ്തവാക്യമാണല്ലോ മാനവ സേവ മാധവ സേവ എന്നുള്ളത്. അതായത് നമ്മൾ മനുഷ്യരെ സേവിക്കുമ്പോൾ, മനുഷ്യർക്ക് വേണ്ടി നന്മകൾ ചെയ്യുമ്പോൾ നാം ചെയ്യുന്നത് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ തിരുവചനം നമ്മോട് പറഞ്ഞു വെക്കുക, മനുഷ്യ നിയമങ്ങളെക്കാൾ അധികമായിട്ട്
മനുഷ്യന്റെ നന്മ നമ്മൾ കാണുകയും മനുഷ്യത്വത്തോടുകൂടെ പെരുമാറുകയും അങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാമെന്നുള്ള അർത്ഥമാണ് നമുക്ക് നൽകുക. എല്ലാവർക്കും നന്ദി.